ഒരു ചായ കുടിച്ചാലോ? ജോലി ചെയ്ത് മടുക്കുമ്പോഴോ, വണ്ടി ഓടിച്ച് ഉറക്കം വരുമ്പോഴോ, ഒരു റിഫ്രഷ്മെന്റ് വേണമെന്ന് തോന്നുമ്പോഴോ ഒക്കെ നമ്മളിൽ ഒരുവിധം എല്ലാവരും ആലോചിക്കാറുള്ള കാര്യമാണിത്. ചായയോ കാപ്പിയോ ഇഷ്ടമില്ലാത്തവരും കുടിക്കാത്തവരും ചുരുക്കമാണ്. എന്നാൽ ഇങ്ങനെ മടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ തോന്നുമ്പോഴൊക്കെ ചായയും കാപ്പിയും കുടിക്കുന്നത് നല്ലതാണോ? അമൃതും അമിതമായാൽ വിഷമെന്നല്ലേ പറയാറ്? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ സർക്കാർ സംവിധാനമായ ICMR പറയുന്നത് കൂടുതൽ ചായയും കാപ്പിയും കുടിക്കുന്നത് നല്ലതല്ല എന്ന്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂട്രീഷനുമായി ചേർന്നാണ് ICMR 17 പുതിയ ഡയറ്ററി ഗൈഡ് ലൈനുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യക്കാർക്ക് ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാൻ എന്തെല്ലാമാണ് വേണ്ടതെന്നാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. കാപ്പിയും ചായയും അധികം കഴിക്കുന്നത് മാത്രമല്ല, ചില നേരങ്ങളിൽ ചായയും കാപ്പിയും കഴിക്കുന്നതും നല്ലതല്ല. അതിൽ പ്രധാനം കനത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. അല്ലെങ്കിലും നമുക്കെല്ലാം ഉള്ള ഒരു ശീലമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒപ്പം ഒരു ചായ. എന്നാൽ അറിയുക, അതൊട്ടും നല്ലതല്ലെന്നാണ് ICMRന്റെ ഗൈഡ് ലൈൻസ് പറയുന്നത്. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചായ കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചായ ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് മതി. ഭക്ഷണത്തോടൊപ്പം ചായ വേണ്ടെന്ന് തന്നെ. ചായയും കാപ്പിയും ടാനിൻ അല്ലെങ്കിൽ ടാനിക് ആസിഡ് അടങ്ങിയതാണ്. ഇത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഇരുമ്പ് ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പോ പിന്നാലെയോ ചായയോ കാപ്പിയോ കുടിച്ചാൽ ടാനിൻ പ്രവർത്തിച്ച് ഭക്ഷണത്തിലെ ഇരുമ്പിന്റെ ആഗിരണം നടക്കാതെ വരും. രക്തത്തിൽ ഹീമോഗ്ലോബിൻ വരണമെങ്കിൽ ആവശ്യത്തിന് ഇരുമ്പിന്റെ അംശം ഉണ്ടാകണം. ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ അത് വിളർച്ച അടക്കമുള്ള നിരവധി രോഗാവസ്ഥകൾക്ക് വഴിവെക്കും. ഇനിയാണ് വലിയൊരു കാര്യം, അത് പാലൊഴിച്ച ചായയെക്കുറിച്ചാണ്. ചായപ്രേമികളിൽ വലിയൊരു ഭൂരിപക്ഷവും പാൽ ചായ കുടിക്കുന്നവരാണ്. അവർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഇനി പറയുന്നത്. ചായ കുടിക്കുകയാണെങ്കിൽ അത് കട്ടൻ ചായ മതിയെന്നാണ് ICMR പറയുന്നത്. തേയിലയിൽ അത് ഗ്രീൻ ആയാലും ബ്ലാക്ക് ആയാലും അതിൽ അടങ്ങിയിരിക്കുന്നത് 2 ഘടകങ്ങളാണ്, തിയോബ്രോമൈനും തിയോഫൈലീനും. ഇവ രണ്ടുമാണ് ചായ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലീഫ് നൽകുന്നത്. ഇവയുടെ രണ്ടിൻ്റെയും പ്രവർത്തന ഫലമായി ആർട്ടറികൾ റിലാക്സ് ആവുകയും അതുവഴി രക്തയോട്ടം കൂടുകയുമാണ് ചെയ്യുക. ഇതുകൂടാതെ ചായയിലുള്ള ഫ്ലേവനോയിഡുകളും ആൻറ്റി ഓക്സിഡൻസുകളും ശരീരത്തിന് ഗുണം ചെയ്യണമെങ്കിൽ പാൽ ഒഴിവാക്കണമെന്നും ICMR പറയുന്നു. ഗർഭം ധരിച്ചിരിക്കുന്നവരും മുലയൂട്ടുന്നവരും ചായയും കാപ്പിയും പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് ഉപദേശം. ഗർഭം ധരിച്ചിരിക്കുന്നവർ കൂടുതൽ അളവിൽ കാപ്പിയോ ചായയോ കുടിച്ചാൽ അത് കുഞ്ഞിനെ ബാധിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചായയ്ക്കും കാപ്പിക്കും പകരം ധാരാളം വെള്ളം കുടിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യേണ്ടത്. ഇനി ചായയും കാപ്പിയും നിർബന്ധമാണെന്ന് കരുതുന്നവരാണെങ്കിൽ ഒരു കാര്യം, ഒരു 150 മില്ലി കപ്പ് കാപ്പിയിൽ 80 മുതൽ 120 വരെ മില്ലിഗ്രാം കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് കോഫിയിൽ ഇത് 50 മുതൽ 65 മില്ലിഗ്രാം വരെ ആയിരിക്കും. ചായ ആണെങ്കിൽ 30 മുതൽ 65 മില്ലിഗ്രാം വരെയുള്ള കഫീൻ ഉള്ളിൽ ചെല്ലും. ഇനി എത്രമാത്രം ശരീരത്തിന് ദോഷമാണെന്ന ചില കണക്കുകൾ കൂടി നോക്കാം. അതായത് ഒരു ദിവസം 300 മില്ലിഗ്രാം കഫീനാണ് ആരോഗ്യമുള്ള ഒരാൾക്ക് പരമാവധി കഴിക്കാവുന്നത്. ഇതിൽ കൂടുതൽ കഫീൻ ശരീരത്തിലെത്തിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. എന്തൊക്കെയാണ് ഈ പ്രത്യാഘാതങ്ങൾ എന്നുകൂടി നോക്കാം. അമിതമായി കാപ്പി കുടിക്കുന്നത് ഹൃദയത്തെയാണ് ബാധിക്കുക. രക്തസമ്മർദ്ദം അമിതമാവുകയും ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും. അമിത രക്തസമ്മർദ്ദം നിശബ്ദനായ കൊലയാളിയാണെന്ന് അറിയാമല്ലോ. ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും എല്ലാം വഴിവെക്കുന്ന പ്രധാന ആരോഗ്യ പ്രശ്നമാണ് രക്തസമ്മർദ്ദം കൂടുന്നത്. ശരീരത്തിലെ LDL കൊളസ്ട്രോളിന്റെ, അതായത് നമ്മളൊക്കെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന്റെ അളവ് കഫീൻ വർദ്ധിപ്പിക്കും. ചീത്ത കൊളസ്ട്രോളും ബാധിക്കുക ഹൃദയത്തെയും രക്തക്കുഴലുകളെയും തന്നെയാണ്. ചീത്ത കൊളസ്ട്രോൾ കൂടിയാൽ അത് ഹൃദ്രോഗത്തിനാണ് വഴിവെക്കുക. തീരുന്നില്ല, ട്രൈഗ്ലിസറൈഡും കഫീന്റെ ഉപയോഗം മൂലം കൂടുന്നു. അതുകൊണ്ട് ഇനിയൊരു കാപ്പിയോ ചായയോ കുടിക്കാൻ തോന്നിയാൽ ഇതൊക്കെ മനസ്സിലുണ്ടാവണം. ചായയും കാപ്പിയും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ആരും പറയുന്നില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടായാൽ മതി. ആശങ്ക അമിതമായി ചായയും കാപ്പിയും കുടിക്കുന്നവർക്ക് മാത്രം മതി.